നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ജോമെട്രിയുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ആണ്. ജോമെട്രിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറച്ച് ഷേപ്സ് ഉണ്ട്. അതായത് സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, ഹെക്സഗൺ, അതേപോലെയുള്ള ഫിഗറുമായി റിലേറ്റഡ് ആയിട്ട് ആ ഫിഗേഴ്സിന്റെ ഏരിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഈസി മെത്തേഡിലാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതില് ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളതാണ്. ഒരു റെക്റ്റാങ്കിളിന്റെ ഇൻസൈഡിലെ ഒരു ട്രയാങ്കിള് വരികയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ ആ റെക്റ്റാങ്കിളിന്റെ ഏരിയയുമായി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. അങ്ങനെയല്ലാതെ ഇത് എളുപ്പത്തിൽ ഞാൻ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തുന്നത് പറയാം. അപ്പോ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഏരിയയുമായി റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമുക്ക് ഏത് പോർഷന്റെ പ്രോബബിലിറ്റി ആണോ കാണേണ്ടത്, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഈക്വൽ ടു സെലക്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണ്. അതായത് ഏത് ഭാഗത്തെ പ്രോബബിലിറ്റി ആണോ നമുക്ക് കാണേണ്ടത് അതായിരിക്കും അതിന്റെ ന്യൂമറേറ്ററിൽ വരിക, ഡിനോമിനേറ്ററിൽ ടോട്ടൽ ഏരിയ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ചോദിച്ചിരിക്കുന്നത് നമ്മൾ നോക്കാതെ, അതായത് ഈ ഫിഗറിലുണ്ടെങ്കിൽ ആ ഫിഗറിൽ നമ്മൾ വിത്തൗട്ട് ലുക്കിംഗ് പുട്ട് എ ഡോട്ട് വിത്തിൻ ദ ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ ഇൻസൈഡിൽ ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ, നോക്കാതെ ഡോട്ട് ഇടുക, അങ്ങനെ ഇടുകയാണെങ്കിൽ ആ ഡോട്ട് ട്രയാങ്കിളിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ട്രയാങ്കിളിന്റെ ഈ പി എന്ന് പറയുന്ന വെർട്ടെക്സ് ഈ റെക്റ്റാങ്കിളിന്റെ ഈ സൈഡിന്റെ മിഡ് പോയിന്റിലാണ്. അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ട്രയാങ്കിളായിട്ട് ഇങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ഒരു ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടുന്നത് 4 ആയിരിക്കും. അപ്പോ ഇവിടെ 1 2 3 4 ട്രയാങ്കിൾസ് ഉണ്ട്. അതില് ട്രയാങ്കിൾ പോർഷനിൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 2 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾസ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോ ഈ 4 ട്രയാങ്കിൾസിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എന്തിന്റെ ഏരിയ കിട്ടുക? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കിട്ടുക. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പോ ഫസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. Total number of triangles in this figure are 4. Then number of triangles in the triangle portion. Triangle portion il varuna triangles inde number ennu parayunnathu 2 aanu. Therefore probability of the dot falling within the triangle. Within the triangle ennu parna triangle inside il varanulla probability ചോദിക്കുന്നത്. അപ്പോ ഈ ട്രയാങ്കിൾ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട്? 2 ആണ്. ടോട്ടൽ ട്രയാങ്കിൾസ് എത്രയാണ്? 4 ആണ്. അപ്പോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/4 ആണ്. 2/4 എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് 1/2 എഴുതാം. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/4 ആണ്. അപ്പോ ഈ ഞാൻ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യനില്ല, എക്സ്റ്റേണൽ ക്വസ്റ്റ്യനോട് ചോദിക്കുകയാണ്, ഇവിടെ വിത്തൗട്ട് ലുക്കിംഗ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിളിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ചോദിക്കണം. അത് ഔട്ട്സൈഡ് വരുമ്പോൾ ഈ പോർഷനിലായിരിക്കും ആ ഡോട്ട് വരുന്നുണ്ടാവുക. അപ്പൊ അത് വരാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ കാണുക? അപ്പൊ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 4/4 ആയിരിക്കും. 4/4 ഈക്വൽ ടു അത് എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. അപ്പോ 4/4 നിന്ന് ഈ 2/4 സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 4/4 മൈനസ് 2/4. അപ്പോഴും നമുക്ക് എന്തെന്നെ കിട്ടുക? 2/4 തന്നെയാ വരിക, അല്ലെങ്കിൽ 1/2 എഴുതാം. അപ്പൊ ഇവിടെ ഈ ഡോട്ട് ട്രയാങ്കിളിന്റെ ഇൻസൈഡിൽ വരാനും ട്രയാങ്കിളിന്റെ ഔട്ട്സൈഡിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50-50 ചാൻസ് ആണ്. അതായത് ഹാഫ് ഓഫ് ദ പ്രോബബിലിറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 72 and 73 ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫിഗർ ഒന്ന് നോക്കുക. ഇവിടെ ഒരു ഫിഗറിൽ ഇവിടെ സ്ക്വയർ ഉണ്ട്. PQRS is a square and ABCD is also a square. ആ സ്ക്വയറിന്റെ ഫോം ചെയ്തിരിക്കുന്നത് ഈ
ഫസ്റ്റ് ഉള്ള സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ ഇൻസൈഡിൽ വരുന്ന സ്ക്വയറില് ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി, അതായത് വിത്തൗട്ട് ലുക്കിംഗ് ഫോളിങ് എ ഡോട്ട്, അതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യാം, ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഈ ഫിഗറിനെ മാറ്റാം. അപ്പൊ അതിനു വേണ്ടി ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 8. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 8 ആണ് വരുന്നത്. ദെൻ ഈ ഇൻസൈഡിൽ വരുന്ന സ്ക്വയറിൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 4 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. Therefore, probability of dot falling within the shaded portion. Shaded portion എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ പോർഷനിലാണ്. അപ്പൊ അവിടെ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/8 ആണ്. 4/8 ഈക്വൽ ടു 1/2. ക്വസ്റ്റ്യൻ നോക്കാം. അത് ഒരു റെഗുലർ ഹെക്സഗണുമായി റിലേറ്റഡ് ആണ്. ഇവിടെ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് 6 സൈഡഡ് ഫിഗർ ആണുള്ളത്. ഈ റെഗുലർ ഹെക്സഗണിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഇൻസൈഡിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രയാങ്കിളില് ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇവിടെ ഇൻസൈഡിൽ വരുന്ന ആ ട്രയാങ്കിളിനെ വീണ്ടും നമുക്ക് 3 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഈ റെഗുലർ ഹെക്സഗണിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3 ലൈൻസ് ജോയിൻ ചെയ്തിട്ട് അതിനെ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 4 5 6. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈ 6. ഇനി ഷെയ്ഡഡ് പോർഷനിൽ വരുന്ന ട്രയാങ്കിൾസിന്റെ എണ്ണം 3 ആണ്. Therefore, probability of dot falling within the shaded portion. ആ ഷെയ്ഡഡ് പോർഷനിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അത് എത്രയായിരിക്കും? 3/6. 3/6 ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 കിട്ടും. നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത പോർഷനിൽ കാണാൻ സാധിക്കും. ആ റെഗുലർ ഹെക്സഗണിന് ഔട്ട് സൈഡിലായിട്ട് ഇങ്ങനെ 6 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഗുലർ ഹെക്സഗണിന് ഇതേപോലെയുള്ള ട്രയാങ്കിൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ കറക്റ്റ് സെന്ററിൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ 6 ട്രയാങ്കിൾസ് ഫോം ചെയ്യാം. ഇപ്പൊ റെഗുലർ ഹെക്സഗണിനെ നമ്മൾ 6 ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾസിന്റെ, അതായത് റെഗുലർ ഹെക്സഗൺ ആയ കാരണം അതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ ട്രയാങ്കിൾസ് ഒക്കെ സെയിം ഏരിയയിലുള്ള ട്രയാങ്കിൾസ് തന്നെയാണ്. അപ്പൊ ഈ ഫിഗറിൽ ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 12 ആണ്. ഷെയ്ഡഡ് പോർഷൻ, അതായത് ഈ റെഗുലർ ഹെക്സഗണിൽ വരുന്ന നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 6 ആണ്. Therefore, probability of dot falling within the shaded portion. Shaded portionൽ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/12 ആണ്. 6/12 is also 1/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ കാണാനുള്ളത് ഒരു സ്ക്വയറും അതിന്റെ ഇൻസൈഡ് ആയിട്ട് ഒരു സർക്കിളും ഉണ്ട്. ഈ സർക്കിളിന്റെ ഇൻസൈഡില് ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്തതുപോലെ ഇവിടെ നമ്മൾക്ക് അതിനെ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്തെന്നെ കാണേണ്ടി വരും? ഏരിയ തന്നെ കാണണം. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഏരിയ കാണാം. ഏരിയ കാണാൻ വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് മെഷർ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് റേഡിയസ് 6 ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് ഇവിടെ 6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ സൈഡ് വരിക 2r ആയിരിക്കും. കാരണം ഇങ്ങോട്ടുള്ള 6ഉം ഇവിടേക്കുള്ള 6ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2r ആണ് ഈ ടോട്ടൽ ലെങ്ത് കിട്ടുക. അതായത് ഡയമീറ്റർ ആയിരിക്കും 2r എന്ന് പറയുന്നത്. അതാണ് ആ സ്ക്വയറിന്റെ സൈഡ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ടിന്റെയും ഏരിയാസ് സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ നമുക്കിവിടെ എഴുതേണ്ടത് പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഏരിയനെ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ ഓഫ് ദ സർക്കിൾ എന്താന്ന് നോക്കാം.
സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല. അപ്പൊ ഇവിടെ റേഡിയസ് നമ്മൾ ആറിനെയാണ് എടുത്തത്, അതുകൊണ്ട് സർക്കിളിന്റെ ഏരിയ നമുക്ക് എന്തെന്നെയാണ് കിട്ടുക? പൈ ആർ സ്ക്വയർ തന്നെയാണ്. ഇനി ഏരിയ ഓഫ് ദ സ്ക്വയർ. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സൈഡ് നമുക്ക് അറിയാവുന്നത് 2r ആണ്. അപ്പൊ 2rന്റെ സ്ക്വയർ ആയിരിക്കും സ്ക്വയറിന്റെ ഏരിയ. 2rന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4, rന്റെ സ്ക്വയർ r സ്ക്വയർ. അപ്പൊ ഇതാണ് സ്ക്വയറിന്റെ ഏരിയ, ഇതാണ് സർക്കിളിന്റെ ഏരിയ. Therefore, dot falling within the circle. സർക്കിളിന്റെ ഉള്ളില് ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏരിയ, അതായത് പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയറിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? സ്ക്വയറിന്റെ ഏരിയയുമായിട്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 4r സ്ക്വയർ വരും. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും r സ്ക്വയർ വരുന്നത് കൊണ്ട് r സ്ക്വയർ ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്ന ആൻസർ π/4 ആയിരിക്കും. നോക്കാം. നേരത്തെ നമ്മുടെ ഫിഗറില് സർക്കിൾ ഇൻസൈഡിലും സ്ക്വയർ ഔട്ട്സൈഡിലും ആയിരുന്നു. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, സ്ക്വയർ ഇൻസൈഡിലും സർക്കിൾ ഔട്ട്സൈഡിലും ആണുള്ളത്. അപ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് വേണ്ടത്, രണ്ടിന്റെയും ഏരിയ കാണണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനില് സ്ക്വയറിന്റെ സൈഡ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. അപ്പോ സ്ക്വയറിന്റെ ഏരിയ കാണാൻ ആവശ്യമായിട്ടുള്ള മെഷർ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ സർക്കിളിന്റെ ഏരിയ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? റേഡിയസ് കണ്ടെത്തണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റേഡിയസ് കണ്ടെത്തുക? റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് AC-യുടെ ഹാഫ് ആയിരിക്കും എന്ത് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കുക? അപ്പൊ ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തെന്നെയായിരിക്കും? 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോ ഈ ഇങ്ങനെ ഡ്രോ ചെയ്തതിന് ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും വരിക. നമുക്കറിയാലോ സ്ക്വയർ ആകുമ്പോൾ 90 ഡിഗ്രി വരിക. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ AC-യുടെ ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റേഡിയസ് കിട്ടും. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB is 2 square plus 2 square. 4 plus 4 equal to 8. AC സ്ക്വയറിന്റെ ലെങ്ത് നമുക്ക് കിട്ടുന്നത് 8 ആണ്. അപ്പൊ AC equal to √8 എന്ന് കിട്ടും. ഈ √8 നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. √8 നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ 9th പഠിച്ചിട്ടുണ്ട്. കാരണം √8 ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പൊ √8 എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഫാക്ടറൈസേഷനിലൂടെ അല്ലെ. 8 2 4 ടൈംസ് അഗെയിൻ 2. അപ്പൊ നമുക്ക് 8 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 എന്ന് എഴുതാം. ഇതിൽ പെയർ ആയിട്ട് വരുന്നതിനെ ആദ്യം എടുക്കുക. അപ്പൊ 2 കിട്ടി. ഈ 2ന് പെയർ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ എഴുതാം. അപ്പൊ 2√2 ആണ് ഈ √8ന്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് AC-യുടെ ലെങ്ത് എന്ത് കിട്ടി? 2√2 കിട്ടിയിട്ടുണ്ട്. AC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പോ റേഡിയസ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് 2√2ന്റെ ഹാഫ് ആയിരിക്കും വരിക. അതായത് 2√2/2. 2 2 ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് കിട്ടുന്നത് റേഡിയസ് √2 ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത്, അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി കാണാന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ആദ്യം സ്ക്വയറിന്റെ ഏരിയ കാണാം. സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് A സ്ക്വയർ ആണ്. A സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സൈഡ് 2 ആയതുകൊണ്ട് 2 സ്ക്വയർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും സ്ക്വയറിന്റെ ഏരിയ. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. R ഈസ് √2. അപ്പൊ പൈ ഇൻറ്റു √2 സ്ക്വയർ. √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. √2 × √2 ചെയ്താൽ നമുക്ക് √4 അങ്ങനെ. √4 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പൊ √2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആൻസർ വരുന്നത് 2π ആണ്. 2π സെന്റിമീറ്റർ സ്ക്വയർ. Therefore, probability of dot falling within the square. ഈ സ്ക്വയറിൽ ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4 ആണ്. 4 ബൈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 2π ആണ്.
4/2π. 4/2π എന്ന് പറയുന്നതിനെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 2 4-ല് 2 ടൈംസ് പോവും. അപ്പൊ ആൻസർ വരുന്നത് 2/π എന്നുള്ള പോർഷനിൽ ചെയ്യാനുള്ള പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും കരുതുന്നു. See you in the next class. Thank you.